സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാരുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് ചർച്ച നടത്തും. കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ആരോഗ്യമന്ത്രി വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ചത്. വൈകുന്നേരം 3 മണിക്ക് NHM ഓഫീസിലാണ് ചർച്ചാ വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചെയ്യുന്നുണ്ട്. വിഷ്ണു, ഏറെ പ്രതീക്ഷയോടെയാണ് മൂന്നാമത്തെ ചർച്ചയിലും ആശാ വർക്കർമാർ പങ്കെടുക്കാൻ പോകുന്നത്. അനുകൂലമായ ഒരു ഉത്തരവുണ്ടാകും. നിരാഹാര സമരം, രാപ്പകൽ സമരം ഒക്കെ നടത്തിവരികയാണ്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിര ആശാവർക്കർമാർ സമരം ആരംഭിച്ച് 53 ദിവസം പിന്നിടുകയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ മൂന്നാമത്തെ തവണ ചർച്ചയ്ക്ക് മന്ത്രി തയ്യാറാകുന്നത്. ആരോഗ്യമന്ത്രി ചർച്ച ചെയ്യുമ്പോൾ പുതിയ കാര്യങ്ങൾ ഒന്നും പറയുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അതായത് ആരോഗ്യമന്ത്രി ഇനി ഈ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ആശാവർക്കർമാർ ഉറ്റുനോക്കുന്നത്. ഏതായാലും കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തിയതിനു ശേഷം ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാമെന്നുള്ള കാര്യം ഉറപ്പുവരുത്തിയതായാണ് ആരോഗ്യമന്ത്രി വ്യക്തമാക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ആശാ വർക്കർമാർക്ക് പുതിയ ഒരു പ്രതീക്ഷയോടെ തന്നെ മൂന്നാം ഘട്ട ചർച്ചയിലേക്ക് എത്തുന്നത്. ഈ ആരോഗ്യമന്ത്രി ഇപ്പോൾ മൂന്നാമത്തെ തവണ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ്. കേന്ദ്രം ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ സൂചന. അങ്ങനെയാണെങ്കിൽ ഇനി സംസ്ഥാനം ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കുമോ എന്ന് ചർച്ചയിലുണ്ടാവും? അത് ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നവർ എന്താ ഉദ്ദേശിക്കുന്നത് നമുക്കറിയത്തില്ലല്ലോ. നമ്മളുടെ ആവശ്യം ഇന്ന് ചർച്ച വന്നിരിക്കുന്നത് ഈ കഴിഞ്ഞ 53 ദിവസമായി കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന രാപ്പകൽ സമരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ചർച്ച വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ചർച്ച ചെയ്യുന്നത് നമ്മളുടെ സമരത്തിൽ ഉന്നയിച്ചിരിക്കുന്ന ഡിമാൻഡുകളാണ് ചർച്ച ചെയ്യുന്നത്. ഓണറേറിയം വർദ്ധിപ്പിക്കുക, 21,000 രൂപയാക്കുക, വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക, ആ വിഷയത്തിലാണ് ചർച്ച നടക്കേണ്ടുന്നത്. അപ്പോൾ അതിനകത്ത് ചർച്ച നടക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, കേരളം ഒന്നടങ്കം ആഗ്രഹിക്കുന്നത്. ഇൻസെന്റീവുമായി ഇതിനെ കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമേ ഇല്ല. കാരണം ഇൻസെന്റീവ് കേന്ദ്ര ഗവൺമെന്റിന്റെ വിഹിതമാണ്, അതവർ വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനി വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതെന്നാ വരുന്നതെന്ന് നമുക്കറിയത്തില്ല. മറിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഓണറേറിയത്തെ സംബന്ധിച്ചാണ്. അത് സ്റ്റേറ്റ് ഗവൺമെന്റിന് മാത്രം എടുക്കാൻ പറ്റുന്ന തീരുമാനമാണ്. ഇന്നലെ മെനഞ്ഞാന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ശ്രീ JP നദ്ദ അത് സുവ്യക്തമായി പറഞ്ഞു. ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിനുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൽ നിന്ന് ഒരു വിഹിതവും കൊടുക്കുന്നില്ല. അപ്പോൾ ഈ വിഷയമാണ് ചർച്ച ചെയ്യേണ്ടുന്നത്, അത് മാത്രമാണ് ചർച്ച ചെയ്യേണ്ടുന്നത്. മറ്റെന്തെങ്കിലുമൊക്കെ ചർച്ച നടന്നാൽ അത് ഈ സമരവുമായി ബന്ധപ്പെട്ട് വരുന്ന ചർച്ചകളെയല്ല. അപ്പോൾ ആ തരത്തിൽ വഴിതിരിച്ചു വിടാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡിമാൻഡിൽ ഊന്നുള്ള ചർച്ച നടക്കണം. കഴിഞ്ഞ 53 ദിവസമായിട്ട് സമരമല്ലേ, 15 ദിവസമായിട്ട് നിരാഹാര സമരമല്ലേ. അപ്പോൾ ഇത് പരിഹരിക്കാൻ ഉതകുന്ന ഒരു സെറ്റിൽമെന്റ് ഫോർമുലയായിട്ട് മന്ത്രി വരണം, അല്ലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വരണം. അതാണ് വേണ്ടുന്നത്. ഈ ചർച്ചയിൽ ഇപ്പോൾ CITU AITUC നേതാക്കളെയൊക്കെ വിളിക്കുമെന്ന് കേട്ടു. അപ്പോൾ അവർ കൂടി തീരുമാനമെടുക്കേണ്ടതുണ്ടോ? അല്ല, അത് ആരെയൊക്കെ വിളിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് വിളിക്കുന്ന അതോറിറ്റിയാണല്ലോ. അവരിപ്പോൾ ഓൾറെഡി വിളിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവർ എന്താ പറയുന്നത് നമുക്കറിയത്തില്ല. അതായത് ഓരോ യൂണിയന്റെയും തീരുമാനങ്ങളും അഭിപ്രായങ്ങളും അല്ലേ. എന്തായാലും ഇവിടെ നടക്കുന്ന സമരത്തെ ഫലമായിട്ട് അല്ലെ ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഡിസ്കഷൻ വെച്ചിരിക്കുന്നത്. ആ ഡിസ്കഷനിൽ നമ്മൾ ഉയർത്തിയിരിക്കുന്ന ഡിമാൻഡുകൾ ചർച്ച ചെയ്യണം. അതിര ഏതായാലും ഈ സമരം, അതായത് രാപ്പകൽ സമരം 53 ദിവസം പിന്നിടുന്ന ഘട്ടത്തിലാണ്. അതോടൊപ്പം തന്നെ നിരാഹാര സമരം 15ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുന്നു. ഈ ഘട്ടത്തിലും ഒരു അനുനയ നീക്കത്തിന് സർക്കാർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടതായിരിക്കണം എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ആ ഒരു ആവശ്യം മാത്രം അംഗീകരിക്കപ്പെടുക എന്നുള്ളതാണ് ആശാവർക്കർമാരുടെ ഒരു തീരുമാനം. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് ആശാ വർക്കർമാർ പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷയോടെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഏതായാലും AITUC അതുപോലെ CITU നേതാക്കളൊക്കെയും ഈ ചർച്ചയിൽ പങ്കെടുത്താൽ പോലും അവർ ഏത് തീരുമാനമെടുത്താലും ആശാ വർക്കർമാർ എടുക്കുന്ന തീരുമാനം ഓണറേറിയം വർദ്ധിപ്പിച്ചാൽ മാത്രം ഈ സമരത്തിൽ നിന്ന് പിന്മാറാമെന്ന് തന്നെയാണ്. അതുവരെയും സമരം തുടരും, ശക്തമായ സമരവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ആശാ വർക്കർമാർ അറിയിച്ചിട്ടുള്ളത്. അതിര തീർച്ചയായും വിഷ്ണു, ഇന്ന് 3 മണിക്കാണ് ചർച്ച. ആരൊക്കെയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്? അതുപോലെ തന്നെ മുടിമുറിച്ചടക്കമുള്ള പ്രതിഷേധമായിരുന്നു അവർ നടത്തിയിരുന്നത്. വിവിധ പ്രതിപക്ഷ പാർട്ടികളടക്കം ഈ ആശാ വർക്കർമാർക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു. അത് തീർച്ചയായിട്ടും ഈ ചർച്ചയിലായാലും AITUC CITU ാണ്
പങ്കെടുക്കുന്നത്. ഏതായാലും വലിയ ശക്തമായ ഒരു ചർച്ചയായി തന്നെ പോകും. പക്ഷേ എന്ത് തീരുമാനമാണ് സംസ്ഥാന സർക്കാർ ഇതിൽ എടുക്കുന്നതെന്ന് വ്യക്തമായിട്ടില്ല. ആശാവർക്കർമാരുടെ ആഗ്രഹപ്രകാരം അവർ ആവശ്യപ്പെട്ടത് ഇതിനെ ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. എന്നാൽ കേന്ദ്ര മന്ത്രി JP നദ്ദ നേരത്തെ വ്യക്തമാക്കിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഈ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നത് സംസ്ഥാനത്തിന്റെ മാത്രം അധികാര പരിധിയിലുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഇതിൽ ഒരു ഘട്ടത്തിൽ ആദ്യം ഈ ചർച്ച ചെയ്യുമ്പോൾ പ്രധാനമായും ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇൻസെന്റീവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉയർന്നേക്കാം. ഏതായാലും ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ കേന്ദ്രം ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് എന്നാണെന്നുള്ളത് മാത്രം വ്യക്തതയില്ലെങ്കിൽ പോലും അതിനൊരു ഉറപ്പ് വന്നിട്ടുണ്ട്. പക്ഷേ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നത് സംസ്ഥാനത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. അത് കൃത്യമായി നടപ്പിലാക്കുക എന്ന് തന്നെയാണ് ആശാവർക്കർമാരുടെ ആവശ്യം. ഓണറേറിയം വർദ്ധിപ്പിക്കുന്നത് മായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ രാപ്പകൽ സമരത്തിന്റെ ഉദ്ദേശം. അതുകൊണ്ട് ഇൻസെന്റീവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. അതുകൊണ്ട് അത് മാത്രം ഉപയോഗിച്ച് സംസ്ഥാനത്തിന് ഈ ചർച്ച ഒരു അനുനയ നീക്കത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഏതായാലും ഈ ചർച്ച വിജയിക്കണമെങ്കിൽ അത് ഓണറേറിയം വർദ്ധിപ്പിക്കണം, പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകണം. അതുവരെയും പ്രതിഷേധവുമായി രംഗത്ത് തന്നെ നിലനിൽക്കാൻ തന്നെയാണ് ആശാവർക്കർമാരുടെ തീരുമാനം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മുടിമുറിച്ചുമെല്ലാം ശക്തമായ പ്രതിഷേധമാണ് ആശമാർ ഇവിടെ കാഴ്ചവെച്ചത്. ഏതായാലും NCP അടക്കം ഇന്ന് പ്രതിഷേധവുമായി പിന്തുണയുമായി എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വലിയ ശക്തമായ ഒരു പിന്തുണ നൽകിക്കൊണ്ട് പ്രതിപക്ഷമടക്കം രംഗത്തുണ്ട്. AITUC അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ പിന്തുണ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഏതൊക്കെ തീരുമാനം ആരൊക്കെ എടുത്താലും ആശാവർക്കർമാർ അവസാന ഘട്ടം വരെയും പോരാടുന്നത് ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ള ആവശ്യത്തിന് വേണ്ടിയാണ്. ഈ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതും പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകുന്നത് വരെയും സമരം തുടരുമെന്നും ഈ രാപ്പകൽ സമരത്തിനോടൊപ്പം നിരാഹാര സമരം അത് ശക്തമായി തന്നെ തുടരുമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ആതിര.